നീ കാണിച്ചതൊട്ടും ശരിയായില്ല. ഞങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നിനക്ക് സങ്കടം പറയാൻ. അവനോ ഒറ്റയ്ക്കിരുന്ന് എന്റെ കുഞ്ഞിപ്പോ എന്തുമാത്രം വിഷമിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ തന്നെ ആരായി അർജുൻ? എങ്ങാണ്ടും കിടന്നിരുന്ന അവന് വേണ്ടി നിങ്ങൾ എന്തിനാ വഴക്കിടുന്നത്? എന്റെ കയ്യിലെങ്ങാനും കിട്ടിയിരുന്നെങ്കിൽ അടിച്ചവന്റെ കാലൊടിച്ചേനെ. കാലുണ്ടെങ്കിലേ ഓടത്തുള്ളൂ. ബെസ്റ്റ് പ്ലെയറും ക്യാപ്റ്റനും ഒക്കെയാണ് ഗൗരി. ആ കുട്ടി ഈ സമയത്ത് ഇങ്ങനെ മാറിക്കളഞ്ഞാലോ? ഇനി 10-12 ദിവസങ്ങളല്ലേ ഉള്ളൂ. ഇങ്ങനെ സില്ലിയായ കാര്യങ്ങളുടെ മേൽ ഗൗരി വരാതിരുന്നാൽ കോളേജിനുണ്ടാവുന്ന നഷ്ടത്തെ പറ്റി തനിക്ക് അറിയാവുന്നതല്ലേ? താൻ എന്താ ഒന്നും മിണ്ടാത്ത്? തനിക്ക് വിളിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങൾ പോയി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഗൗരിയെ വിളിച്ചോണ്ട് വരാം. രാഹുൽ വരണമെന്നില്ല. വേണ്ട സർ, ഞാൻ പറഞ്ഞിട്ടല്ല അവള് പോയത്. പക്ഷെ അവള് വരും. അവളെന്റെ അനിയത്തിയാണെങ്കിൽ ആരും വിളിക്കാതെ തന്നെ വരും. പപ്പ, എല്ലാരും പറയുന്നു ഞാൻ ചെയ്തത് തെറ്റായി പോയെന്ന്. മോൾ എന്തുകൊണ്ടാ ഇത്രയും വിഷമിക്കുന്നതെന്ന് പപ്പയ്ക്കറിയാം. അർജുന്റെ അനിയന്റെ കാര്യം അറിയാവുന്നതുകൊണ്ടല്ലേ. എനിക്ക് വേണമെങ്കിൽ രാഹുലിനോട് ഇതേപ്പറ്റി പറഞ്ഞ് അവനെ ഈ മത്സരത്തിൽ നിന്ന് ഒഴിവാക്കാം. പക്ഷെ ഞാനങ്ങനെ പറയും. നിനക്കും അറിയാവുന്നതല്ലേ, രാഹുലിന്റെ ഏറ്റവും വലിയ സ്വപ്നമല്ലേ ആ റെക്കോർഡ്. അവര് മത്സരിക്കട്ടെ, കഴിവുള്ള ആൾ ജയിക്കട്ടെ. പിന്നെ ആര് ജയിച്ചാലും ആ വിജയം മോളുടെ കോളേജിനല്ലേ? അതല്ലേ ശരിയായ സ്പോർട്സ്മാൻ സ്പിരിറ്റ് അല്ലേ? പപ്പ പറഞ്ഞത് മോക്ക് മനസ്സിലായി കാണുമല്ലോ. അർജുൻ, ഒരു ലെറ്റർ ഉണ്ട്. ഏട്ടന് കഴിഞ്ഞ ആഴ്ചയും ഏട്ടന്റെ കത്ത് കാണാഞ്ഞിട്ട് അമ്മയ്ക്ക് വലിയ വിഷമമായിരുന്നു. മത്സരം അടുത്ത് വരികയല്ലേ. പ്രാക്ടീസിന്റെ തിരക്ക് കാരണം കത്ത് എഴുതാനൊന്നും ഏട്ടന് സമയം ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. സാരമില്ല, ഞാൻ അമ്മയെ പറഞ്ഞ് സമാധാനിപ്പിച്ചോളാം. ഏട്ടാ, സ്പോർട്സ് കൗൺസിലിൽ നിന്നും നമുക്ക് അനുകൂലമായ ലെറ്റർ വന്നു. ഏപ്രിൽ മാസത്തിൽ തന്നെ ചികിത്സയ്ക്ക് പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും അവർ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഏട്ടന് സന്തോഷമായില്ലേ? ഏട്ടന്റെ ആഗ്രഹം പോലെ പങ്കെടുക്കുന്ന എല്ലാ ഐറ്റങ്ങളിലും ഒന്നാമനായി എൻ്റെ ഏട്ടൻ ചാമ്പ്യനാകും. ആ വിജയം ഞങ്ങൾ ഇവിടെ ഇരുന്ന് കണ്ടോളാം. ഞങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും ഏട്ടനോടൊപ്പം ഉണ്ടാകും. എൻ്റെ ഏട്ടനെ തോൽപ്പിക്കാൻ ഒരാൾക്കേ കഴിയൂ, ഏട്ടന് മാത്രം. മീറ്ററിൽ അർജുനെ തോൽപ്പിക്കാൻ രാഹുലിന് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്ര വലുതാ അവന്റെ ലക്ഷ്യം. അച്ഛാ, ആകെ പ്രശ്നം തോന്നണേ. അവര് കട്ടക്കാട്ടെ രണ്ടുപേരും ഒരേ സമയം ഫിനിഷ് ചെയ്യണേ. കുഞ്ഞാവറ സാറ് പറയുന്നത് നല്ല സ്റ്റാർട്ട് കിട്ടുന്നവർ ജയിക്കുന്ന. അപ്പോ അർജുന്റെ സ്റ്റാർട്ടിംഗ് പിഴയ്ക്കണം. അവന്റെ തുടക്കം പിഴച്ചാ പിന്നെ രാഹുലിന് ജയിക്കാൻ എളുപ്പമാണ്. സോ മത്സരത്തിന് മുമ്പ് അർജുനെ മാനസികമായി തളർത്തിയിരിക്കണം. അത് നടക്കും വെച്ചാ. യെസ്, ഹിയർ സ്റ്റാർട്സ് ദ കൗണ്ട് ഡൗൺ. ഗുഡ് മോർണിംഗ് സാർ. ഏയ്, എന്താ വെറും മോർണിംഗ്? ഗുഡ് ഇല്ലേ? അതെങ്ങനെ സാറിന്റെ ബാഡ് മോർണിംഗ് തുടങ്ങുകയല്ലേ? ഐ ഫോർഗെറ്റ് ഇറ്റ് മാൻ. സി, ഈ ഡൂക്ലി പിള്ളേരല്ലാതെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആരുമില്ലേ ഞങ്ങളോട് മത്സരിക്കാൻ? ഞാനിവിടെയൊക്കെ ഉണ്ടേ. ഞാനും. സെബാസ്റ്റ്യൻ കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യനാ. അതിന്റെ അഹങ്കാരം. പങ്കെടുത്ത ഒരൈറ്റത്തിനും അവനിതുവരെ തോറ്റിട്ടില്ല.
നമുക്ക് എന്താണ് പറ്റിയത് കുഞ്ഞവറ? ഇങ്ങനെയൊരു തിരിച്ചടി നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലല്ലോ. സാറ് വിഷമിക്കരുത്. 4-5 ഐറ്റങ്ങൾ ഇനിയും ബാക്കിയുണ്ടല്ലോ. എനിക്കുറപ്പാ നമ്മുടെ കുട്ടികൾ ഗെയിംസിൽ തോക്കില്ല. ആർവി കോളേജ് വളരെ മുമ്പിലാണ്. വെൽ ഡൺ മൈ ബോയ്സ്, വെൽ ഡൺ. ഇതുവരെ ജയിക്കാതിരുന്ന ഗെയിംസ് നമ്മൾ നേടി. ഇനി അത്ലറ്റിക്സ് നത്തിങ് ടു വറി. ഈ കപ്പ് നമുക്ക് സ്വന്തം. യെസ്, വി ആർ ദി ബെസ്റ്റ്. എല്ലാ വർഷവും ഗെയിംസിലെങ്കിലും നമ്മൾ ജയിക്കുന്ന. ഈ പ്രാവശ്യം അതും പോയി. സോ വാട്ട്? ഗെയിംസിൽ നേടാൻ കഴിയാഞ്ഞത് അത്ലറ്റിക്സിൽ നേടണം. 10 പോയിന്റ്സിന്റെ വ്യത്യാസമല്ലേ ഉള്ളൂ. അത് നേടാൻ ഇവർക്ക് കഴിയും. ആൻഡ് ഐ എം വെരി ഷുവർ അബൌട്ട് ഇറ്റ്. എന്താ കുഞ്ഞവറ? ഷുവർ സർ. അവർ ഗെയിംസ് തട്ടിയെടുത്തെങ്കിൽ നമ്മൾ അത്ലറ്റിക്സ് പിടിക്കും, പിടിച്ചെടുത്തിരിക്കും. ആർ യു റെഡി? This is the stage call for 100 meters final. അർജുന്റെ ആദ്യ ഐറ്റമാണ്. On your mark. Set. മീറ്ററിൽ ഞാനില്ലാതിരുന്ന അവന്റെ ഭാഗ്യം. പക്ഷേ 200 മീറ്ററിലും റിലേയിലും നിന്നോട് മത്സരിക്കാൻ അവനും ഉണ്ടാവും. So what? I am the best. This is the stage call for 200 meters final. അവന് സെബാസ്റ്റ്യൻ, ആർവി കോളേജിന്റെ തുറുപ്പ് ചീട്ട്.